ശിവയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 11-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ന്യായാധിപന്മാർ 11-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെയാണ് ഈ വർഷത്തിലെ ലോഗോസ് ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല, തിരുവചന ഭാഗങ്ങൾ പഠിക്കാനും ധ്യാനിക്കാനും ഇത്തിരി സമയം കണ്ടെത്തുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഈ വചനഭാഗത്തിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് മുമ്പ് 11-ാം അധ്യായത്തിൽ വായിച്ച് ഒരു എപ്പിസോഡ് ഇട്ടിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വചന പഠനത്തിന് വീണ്ടും ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഈ അധ്യായത്തിലെ സമ്മറി നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വചന ഭാഗത്തിലേക്ക് കടക്കാം. 11-ാം അധ്യായത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു. ഗിലെയാദ് ആയിരുന്നു അവൻ്റെ പിതാവ്. പക്ഷേ അവൻ വേശ്യപുത്രനായിരുന്നു. ഗിലെയാദിന് സ്വഭാര്യയിൽ 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. സഹോദരന്മാർ വളർന്നപ്പോൾ ജെഫ്തയെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. ജെഫ്ത തോബ് ദേശത്ത് പോയി താമസിച്ചു. ആ കാലത്ത് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ തോബ് ദേശത്ത് നിന്നും ജെഫ്തയെ കൂട്ടിക്കൊണ്ടുവന്നു. ജെഫ്ത അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്തു 20 പട്ടണങ്ങൾ പിടിച്ചെടുത്തു. ജെഫ്ത കർത്താവിനോട് നേർച്ച നേർന്നിരുന്നു. അമ്മോന്യരെ തോൽപ്പിച്ച് തിരികെ മിസ്പായിലെ വീട്ടിലെത്തുമ്പോൾ തന്നെ ആദ്യം സ്വീകരിക്കുന്ന ആളെ കർത്താവിന് ദഹനബലിയായി അർപ്പിക്കാമെന്ന്. യുദ്ധത്തിൽ ജയിച്ച് ജെഫ്തയെ സ്വീകരിച്ചത് അയാളുടെ ഏക മകൾ ആയിരുന്നു. അവൾ തൻ്റെ കന്യത്വത്തെ പ്രതി വിലപിക്കാൻ പിതാവിനോട് അനുവാദം ചോദിച്ച് സഖിമാരോടൊപ്പം 2 മാസം പർവ്വതങ്ങളിൽ പോയി വിലപിച്ചു. അതിനുശേഷം പിതാവ് കർത്താവിനോട് ചെയ്ത നേർച്ച നടത്താൻ സമ്മതിച്ചു. അവളെ ഓർത്ത് കരയാൻ ഇസ്രായേലിലെ കന്യകമാർ വർഷം തോറും 4 ദിവസം പർവ്വതങ്ങളിൽ പോകുക പതിവായിരുന്നു. സംഖ്യാപുസ്തകം 30:2 ഇങ്ങനെ പറയുന്നുണ്ട്: ആരെങ്കിലും കർത്താവിനോട് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. ഇനി നമുക്ക് 11-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 1: ആരാണ് ഗിലെയാദിലെ ശക്തനായ സേനാനി? ജെഫ്ത. 11:1. 2. ജെഫ്ത ആരുടെ പുത്രനാണ്? ഗിലെയാദിൻ്റെ. ഗിലെയാദിന് സ്വഭാര്യയിൽ എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 70. 4. ഗിലെയാദിന് വേശ്യപുത്രയിൽ ഉണ്ടായ പുത്രൻ ആരാണ്? ജെഫ്ത. 5. ജെഫ്തയെ സഹോദരന്മാർ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടപ്പോൾ എവിടെ പോയാണ് താമസിച്ചത്? തോബ് ദേശത്ത്. 6. ആരാണ് ഇസ്രായേലിന് എതിരെ യുദ്ധത്തിന് വന്നത്? അമ്മോന്യർ. വാക്യം 11:4. 7. ജെഫ്തയെ തോബ് ദേശത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആരാണ്? ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ. വാക്യം 11:5. 8. അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ജെഫ്ത ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട്. വാക്യം 11:8. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എന്താണ് മറുപടി പറഞ്ഞത്? കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. 11:9. ചോദ്യം 10: എവിടെ വെച്ചാണ് ജെഫ്ത ജനത്തോട് സംസാരിച്ചത്? മിസ്പയിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച്. വാക്യം 11:11. ചോദ്യം 11: ജെഫ്ത എന്താണ് അമ്മോന്യ രാജാവിനോട് ചോദിച്ചത്? നിനക്ക് എന്നോട് എന്താണ് വിരോധം? വാക്യം 11:12. ചോദ്യം 12: ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ എവിടെ കൈവശപ്പെടുത്തി എന്നാണ് അമ്മോന്യൻ രാജാവ് പറഞ്ഞത്? അർണോൺ മുതൽ ജെബേക്കും ജോർദാനും. 13. അമ്മോന്യൻ രാജാവ് സീഹോൻ
എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത്? യാഗാസിൽ. 11:20. ചോദ്യം 14. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സിഹോനെയും അവൻ്റെ ജനത്തെയും ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ഇസ്രായേലിൻ്റെ കയ്യിൽ. വാക്യം 11:21. 15. ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ദേശം ഏത്? അർണോൺ മുതൽ ജബേക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയും. വാക്യം 11:22. ആരാണ് ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്നും അമോര്യരെ തുരത്തിയത്? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. വാക്യം 11:23. മെഹബ് രാജാവ് സിപ്പേറിൻ്റെ പുത്രൻ ആരാണ്? ബാലാക്കിം. 11:25. ഇസ്രായേലിനെ അമോര്യർക്കും ഇടയ്ക്ക് ആര് ന്യായപാലനം നടത്തട്ടെ എന്നാണ് ജെഫ്ത പറയുന്നത്? ന്യായാധിപനായ കർത്താവ്. ആരുടെ മേൽ ആണ് കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചതെന്ന് ന്യായാധിപന്മാർ 11:29 പറയുന്നത്? ജെഫ്തയുടെ. യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ആദ്യം വരുന്ന ആളെ കർത്താവിന് എന്ത് ബലിയായി അർപ്പിക്കാമെന്നാണ് ജെഫ്ത നേർച്ച നേർന്നത്? ദഹനബലിയായി. വാക്യം 11:30. ജെഫ്ത അമോര്യരുടെ എത്ര പട്ടണങ്ങളാണ് പിടിച്ചെടുത്തത്? 20 പട്ടണങ്ങൾ. വാക്യം 11:31. ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്യാതിരുന്നത്? ബാലാക്കിം. ജെഫ്ത മിസ്പയിലെ വീട്ടിലേക്ക് വന്നപ്പോൾ ആരാണ് സ്വീകരിച്ചത്? ജെഫ്തയുടെ ഏകപുത്രി. തൻ്റെ കന്യത്വത്തെ പ്രതി വിലപിക്കാൻ ജെഫ്തയുടെ പുത്രി സഖിമാരോടൊപ്പം എവിടേക്കാണ് പോയത്? പർവ്വതങ്ങളിൽ. ജെഫ്തയുടെ പുത്രി എത്ര നാളാണ് വിലപിച്ചത്? 2 മാസം. 2 മാസം കഴിഞ്ഞ് തിരികെ വന്ന മകൾ ജെഫ്തയോട് എന്താണ് ചെയ്തത്? അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു. വാക്യം 11:40. ലേയാദുകാരനായ ജെഫ്തയുടെ പുത്രിയെ ഓർത്ത് ആരാണ് കരയാൻ വർഷം തോറും പർവ്വതങ്ങളിൽ പോകുന്നത്? ഇസ്രായേൽ പുത്രിമാർ. എത്ര ദിവസമാണ് ഇസ്രായേൽ പുത്രിമാർ കരയാൻ പോകുന്നത് പതിവ്? 4 ദിവസം. ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണമെന്ന് ഏത് പഴയ നിയമ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? സംഖ്യ 30:2. താങ്ക്സ് ഫോർ വാച്ചിങ്.